സർക്കസിൽ കാണിക്കുന്നത് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ? കണ്ടോ, ഇപ്പോൾ പരിക്ക് പറ്റി. നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വരൂ, ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോവാം. ആശുപത്രിയിൽ ചെന്നാൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും മെഡിക്കൽ ഉപകരണങ്ങളെയും ചികിത്സയ്ക്ക് വരുന്ന രോഗികളെയും ഒക്കെ കാണാം. ആശുപത്രിയിലാണ് പ്രസവത്തിനുള്ള വൈദ്യസഹായവും സജ്ജീകരണങ്ങളും ഒക്കെ ഉള്ളത്. ഡോക്ടർ രോഗങ്ങൾ ചികിത്സിച്ചു ഭേദമാക്കാനുള്ള യോഗ്യത നേടിയിട്ടുള്ളയാളാണ് ഡോക്ടർ. രോഗികളുടെ ആരോഗ്യനില പരിശോധിച്ച് രോഗങ്ങൾ ഉണ്ടെങ്കിൽ അവ കണ്ടുപിടിച്ച് ആവശ്യമായ ചികിത്സ നൽകുന്നത് ഡോക്ടറാണ്. സ്റ്റെതസ്കോപ്പ് ഹൃദയമിടിപ്പ് കൃത്യമായി കേൾക്കുവാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. തെർമോമീറ്റർ നീണ്ട കണ്ണാടി കുഴലിനുള്ളിൽ രസം നിറച്ച് അതിൽ ഒരു മെർക്കുറി കുമിളയോട് കൂടിയുള്ളതാണ് ഈ ഉപകരണം. നമ്മുടെ ശരീരത്തിന്റെ താപം അളക്കുവാൻ തെർമോമീറ്റർ സഹായിക്കുന്നു. സിറിഞ്ച് രോഗിയുടെ ശരീരത്തിനകത്തേക്ക് മരുന്ന് കയറ്റുവാൻ ഉപയോഗിക്കുന്ന സൂചിയാണ് സിറിഞ്ച്. മരുന്ന് രോഗം ബാധിച്ചിട്ടുള്ളവർക്ക് അവരുടെ രോഗം മാറുന്നതിനായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാൻ നൽകുന്നതാണ് മരുന്ന്. ഇത് ദ്രവരൂപത്തിലോ അല്ലെങ്കിൽ ഗുളികയുടെ രൂപത്തിലോ ആയിരിക്കാം. ബാൻഡേജ് പരിക്ക് പറ്റിയ സ്ഥലത്ത് കെട്ടുവാനായി കാറ്റ് കടക്കുന്ന തരത്തിൽ വല പോലെയുള്ള തുണിയാണ് ബാൻഡേജ്. ഇത് പരുത്തി നൂലുകൊണ്ടുണ്ടാക്കുന്നതാണ്. വെയ്റ്റ് മെഷീൻ ശരീരത്തിന്റെ ഭാരം അളക്കുവാനാണ് വെയിങ് മെഷീൻ അഥവാ വെയ്റ്റ് മെഷീൻ ഉപയോഗിക്കുന്നത്. നഴ്സ് രോഗികളെ ശുശ്രൂഷിക്കുവാനും ചികിത്സ ചെയ്യുമ്പോൾ ഡോക്ടറെ സഹായിക്കുവാനും വേണ്ടുന്ന പരിശീലനം ലഭിച്ചിട്ടുള്ളവരാണ് നഴ്സുമാർ. രോഗി അസുഖം ബാധിച്ച് ചികിത്സ തേടി ഡോക്ടറെ കാണാനെത്തുന്ന ആളാണ് രോഗി. ഐ ചാർട്ട് കാഴ്ചശക്തിയെ പരിശോധിച്ചറിയുവാനാണ് ഐ ചാർട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ തീരെ ചെറിയ അക്ഷരങ്ങളും ഇടത്തരം വലുപ്പത്തിലുള്ള അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും ഒക്കെ ഉണ്ടെന്ന് കാണാം. ഇതിലെ ഓരോ അക്ഷരങ്ങളെയും പരിശോധനയ്ക്ക് വിധേയനാകുന്നയാൾ എങ്ങനെ വായിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കാഴ്ചശക്തി നിർണ്ണയിക്കുന്നത്.